എറണാകുളം ജില്ല എല്ലാ കാലത്തും കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്, UDFന് സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ ആ ഇടത്തേക്കായിരുന്നു ഒരു തുരുത്തായി നിന്നൊരു സ്ഥലമായിരുന്നു പറവൂർ. ആ പറവൂരിൽ VD സതീശന്റെ വരവോടുകൂടിയാണ് കോൺഗ്രസിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞത്. അല്ലാത്ത പക്ഷം VD സതീശൻ അല്ലാതെ മറ്റാരവിടെ മത്സരിച്ചാലും അത് ഇടതുപക്ഷം ഉറപ്പായി വിജയിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉറപ്പായി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുവാൻ VD സതീശന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായി വരികയും ഈ CPMന് തന്നെ, ഇടതുപക്ഷ പാർട്ടികൾക്ക് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയായി മാറുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഇടക്കാലങ്ങളിൽ ചർച്ച ഉയർന്നു വന്നു, ആ മണ്ഡലം CPIയിൽ നിന്നും CPM ഏറ്റെടുക്കും, VD സതീശനെ എന്തു മുഖേനയും പരാജയപ്പെടുത്തുക, VD സതീശന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരു ഭാഗത്ത് ഇടതുപക്ഷ പാർട്ടികൾ നടപ്പിലാക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്, VD സതീശനെ പരാജയപ്പെടുത്താൻ BJP രംഗത്ത് വരികയാണ്. BJPയും NDA രംഗത്ത് വരുന്നത് അവിടെ എങ്ങനെയാണ്? BDJS എന്ന സഖ്യകക്ഷിക്ക് ആയിരുന്നല്ലോ അവിടെ മത്സരിക്കുന്നത്. അവർ 2016 മത്സരിക്കുന്നത്, ആദ്യമായി തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്നത്. ആ മത്സരം വെറുതെയായില്ല. അന്ന് 28,000-ലധികം വോട്ടുകൾ, 17% വോട്ടുകൾ നേടാൻ പറവൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ നേടാൻ അവർക്ക് കഴിഞ്ഞു. ആ BDJSന്റെ പ്രമുഖനായ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ BJPയുടെയും BDJSന്റെയും തീരുമാനം. അങ്ങനെയാണെങ്കിൽ അത് ഒരു 20% അല്ലെ 25% വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. BDJSന്റെ വിജയങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് വലിയ രീതിയിൽ അവർ വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ തിരിച്ചടിയാകുന്നത് എല്ലാ മണ്ഡലങ്ങളും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അത് കോൺഗ്രസിനാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ഈ BDJSന് പറവൂരിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിനായിരുന്നു വോട്ടിന്റെ കുറവുണ്ടായത്. BDJSന് 2021 വോട്ട് കുറയുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ്. അത് നാം തൃശ്ശൂർ ജില്ലയിൽ പരിശോധിച്ചാലും അങ്ങനെ മനസ്സിലാവും. കോൺഗ്രസിൽ നിന്നാണ് BDJS തങ്ങളുടെ വോട്ട് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പറവൂരിൽ ഒരു വോട്ടുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും VD സതീശനെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, VD സതീശൻ എന്ന ആ നേതാവിനെ പരാജയപ്പെടുത്താനായി NSSും അതോടൊപ്പം തന്നെ SNDPയും എല്ലാം കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അവർ വലിയ പോരാട്ടത്തിൽ തന്നെയാണ്. അവരുടെ ഒറ്റ ലക്ഷ്യമുള്ള VD സതീശന്റെ അഹങ്കാരവും അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ട്. VD സതീശൻ പലതവണ ആവർത്തിച്ചു പറയുന്നതാണ്, ഈ ജാതി സംഘടനകളുടെ, മതസംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്നവ അദ്ദേഹം ആവർത്തിച്ച് പറയും. മുൻപ് തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരാഴ്ച മുമ്പായിരുന്നു അദ്ദേഹം സ്വന്തം കാർ പോലും ഉപേക്ഷിച്ച് ഈ ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനത്തിലേക്ക് രാത്രി പോയത്. സുകുമാരൻ നായർ പറയുകയാണ്, തന്റെ തിണ്ണ നിരങ്ങാൻ VD സതീശൻ വന്നിട്ടുണ്ട്. ആ VD സതീശൻ തന്നെയാണ് ആഴ്ചകൾക്ക് മുൻപ് തലയിൽ മുണ്ടിട്ട് ഈ ക്രൈസ്തവ നേതാക്കളുടെ അടുത്തെത്തുന്നത്. അങ്ങനെ VD സതീശന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുമ്പോഴും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഓരോ കാലത്തും വർദ്ധിച്ചു വരികയാണ്. അത് പാർട്ടിക്കുള്ളിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന പലരും ഉണ്ടല്ലോ. രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും. കൊടിക്കുന്നിൽ സുരേഷിന്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം. VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ഓടിയെത്തുകയാണ്. അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല. സുകുമാരൻ നായർ പലതവണ ആവർത്തിച്ച് VD സതീശൻ ഈ തിണ്ണയിൽ ഇരുന്നാണ് നിരങ്ങിയിട്ട് പോയതെന്ന അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോലും കൊടിക്കുന്നിൽ സുരേഷ് ആ NSSന്റെ ആസ്ഥാനത്ത് പോയി ഒരക്ഷരം മിണ്ടാൻ തയ്യാറായോ? ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായോ? ഈ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് എന്താണ്? ഞാൻ പലതവണ ഇദ്ദേഹത്തെ കാണാൻ വരും, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. ഈ നല്ല ബന്ധത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ഒന്നെങ്കിൽ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. അതിനായി അദ്ദേഹം പലതവണ ഇരവാദം ഉന്നയിക്കുന്ന നാം കണ്ടിട്ടുണ്ട്. താൻ ഒരു ദളിതനാണ്, തനിക്ക് ഈ സ്ഥാനങ്ങൾക്ക് ഇരിക്കാൻ അർഹതയുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞല്ലോ, KPCCയുടെ ആസ്ഥാനത്തെ
ചുമരുകളിൽ ഒരു ദളിതന്റെ ഫോട്ടോ പോലും ഇല്ല എന്നാണ്. അതിലൂടെ അദ്ദേഹം ആ ഫോട്ടോകൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് KPCCയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് അവിടെ ഒരാൾ പോലും കടന്നു വന്നിട്ടില്ല കേരളത്തിൽ കോൺഗ്രസിന്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ച് MLA ആയി വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണോ ഈ ഇത്തരം സംഘടനകളുടെ പിന്തുണ വാങ്ങി വരുന്നത്? അപ്പോൾ VD സതീശൻ തോറ്റാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്താലും കുഴപ്പമില്ല. എനിക്കും എന്റെ വിജയത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന NSSന് ഞാൻ സഹായം നൽകും. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് അല്ല വലുത്, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവല്ല, എല്ലാം വ്യക്തിപരമായ താല്പര്യം മാത്രമാണ്. അതാണ് നാം അവിടെ ആ രാത്രിയിൽ കണ്ടത്. അദ്ദേഹം രാത്രി ആദ്യം NSSന്റെ ആസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ വാഹനവും പുറകോട്ടെടുത്ത് അതിവേഗം രക്ഷപ്പെടുകയാണ്. പിന്നീട് അത് വാർത്തയായതിനു ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് VD സതീശനല്ല പിന്തുണ നൽകുന്നത്, അത് സുകുമാരൻ നായർക്കാണ് പിന്തുണ നൽകുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണ്, മണിച്ചേട്ടനുമായി നല്ല ബന്ധമാണ്, വർഷങ്ങളായുള്ള ബന്ധമാണെന്നാണ് പറയുന്നത്. അല്ലാതെ അത് പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഈ VD സതീശൻ പറയുന്നതാണ് ശരിയെന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? അപ്പോ ഈ കൊടിക്കുന്നിൽ സുരേഷ് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? VD സതീശനാണ് തെറ്റ്, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണോ ഇദ്ദേഹം നൽകുന്ന സന്ദേശം? മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി മലപ്പുറം ജില്ലയെ വിഴുങ്ങി ആ മലപ്പുറം ജില്ലയിലൂടെ കേരളം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയിലൂടെ കേരളം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും അതിലൂടെ തന്നെ, അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിലൂടെ തന്നെ സുകുമാരൻ നായരും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതല്ലേ? ആ സന്ദേശം ശരിയാണോ? അതിന് പിന്തുണ പ്രഖ്യാപിക്കാനാണോ താങ്കൾ സുകുമാരൻ നായരുടെ ഓഫീസിൽ ഓടിയെത്തിയത്? ആ ചർച്ചകൾ നടക്കുമ്പോഴാണ് എന്തായാലും BDJSന്റെ മത്സരം. 28,000-ലധികം വോട്ടുകൾ 2016 വാങ്ങിയ പാർട്ടിയുടെ നായകൻ തന്നെ പറവൂരിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ VD സതീശന്റെ കാര്യം വളരെ പ്രതിസന്ധിയിലാകും. പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, തന്ത്രങ്ങൾ മെനയാനുള്ള നേതാവാണ്. പല മണ്ഡലങ്ങളിലും മറ്റ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയും നിലവിലെ MLA-മാർക്ക് വേണ്ടിയും പ്രചരണം നയിക്കാൻ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു നേതാവാണ്. ആ നേതാവ് ഇത്തരത്തിൽ വലിയ മത്സരങ്ങളിലേക്ക് പോയി വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല. പുറത്തിറങ്ങാൻ കഴിയുക മാത്രമല്ലല്ലോ, മറ്റൊരു കാര്യവുമുണ്ട്. MLA സ്ഥാനത്തിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷേ UDF 71 സീറ്റിലധികം നേടുകയും VD സതീശൻ പരാജയപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയായിരിക്കും നാം കാണാൻ പോകുന്നത്. എന്തായാലും ഒരു കൃത്യമായ ഒരു ത്രികോണ മത്സരമായിരിക്കും പറവൂരിൽ ഉണ്ടാകാൻ പോകുന്നത്.